എല്ലാവർക്കും ലേണേഴ്സ് ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയേഴ്സ്, കോൾസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ്, എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ്, അതേപോലെ എന്താണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ്? അതായത് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കോൾ വിളിക്കുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത്, അലോട്ട്മെന്റ് ആണെങ്കിലും കോൾ ആണെങ്കിലും ഡ്യൂ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരുന്നില്ല, അരിയർ എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. പക്ഷെ സപ്പോസ് ഷെയർ ഹോൾഡർ എങ്ങാനും ഫെയിൽ ആവുകയാണ്, അലോട്ട്മെന്റ് മണി അടയ്ക്കാനോ അല്ലെങ്കിൽ കോൾ മണി അടയ്ക്കാനോ ഫെയിൽ ആവുകയാണെങ്കിൽ അത്തരം കേസിലാണ് എന്ത് വരുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് വരുന്നത്. സോ എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ അലോട്ട്മെന്റ് ഓർ ഓൺ കോൾ ഇസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. അതായത് നമ്മൾ വിളിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടും നമുക്ക് കിട്ടാത്ത, റിസീവ് ചെയ്യാത്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് കാണുന്നത്, കണക്കാക്കുന്നത്? എത്രയാണോ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും എത്രയാണോ ഷെയർ ഹോൾഡർ തന്നിരിക്കുന്നത് അത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, എത്ര നമ്മൾ കോൾ ചെയ്തു, എത്രത്തോളം നമ്മൾ വിളിച്ചു, അത് ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന്ന് ഷെയർ ഹോൾഡർ എത്ര തന്നു അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് എമൗണ്ടിന്റെ ഒരു ഡിഫറൻസ് ആണ് എന്ത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാ നമ്മൾ ഈ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ അത് എടുക്കുന്നത് നോക്കാം. രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് കോൾസ് ഇൻ അരിയർ കാണിക്കാനായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, കോൾസ് ഇൻ അരിയേഴ്സിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് സെപ്പറേറ്റ്ലി ഓപ്പൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജേർണൽ എൻട്രി പാസ് ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ നമ്മൾ എങ്ങനെ ഈ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നോക്കാം. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിന്റെയോ ഷെയർ കോൾ അക്കൗണ്ടിന്റെയോ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്നും കൂടെ വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്നതും ഷെയർ കോൾ എന്ന് പറയുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലോ. ക്യാപിറ്റലിന് ഓൾവേസ് എന്ത് ബാലൻസാ, ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. അപ്പോ അതിന് ഡെബിറ്റ് ബാലൻസ് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന് കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച എമൗണ്ട്, വിളിച്ചിട്ടുള്ള എമൗണ്ട്, കോൾ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഷെയർ ഹോൾഡർ പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ഡെബിറ്റ് ബാലൻസ് ഓഫ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഓർ ഷെയർ കോൾ അക്കൗണ്ട് റെപ്രസെന്റ്സ് കോൾസ് ഇൻ അരിയർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയി എത്ര രൂപയ്ക്ക്, 50,000 ഷെയർസിന് 30 രൂപ വെച്ചിട്ട് 50,000 ഷെയർസിന് പെർ ഷെയർ 30 റുപ്പീസ് വെച്ച് നമുക്ക് കോൾ ഡ്യൂ ആയിട്ടുണ്ട്. പക്ഷെ ഈ ഫസ്റ്റ് കോൾ മണി ഈസ് റിസീവ്ഡ് ഓൺ 49,000 ഷെയർസ് ഓൺലി. അപ്പൊ ബാക്കി 1000 ഷെയർസിന്റെ ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല, കോൾ മണി കൊടുത്തിട്ടില്ല. ഈ അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കുക. 50,000 ഡ്യൂ ആയി 49,000 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 1000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഏതോ ഒരു ഷെയർ ഹോൾഡർ 30 രൂപ വെച്ചിട്ട് ആ 1000 ഷെയർസിന്റെ 30,000 രൂപ എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുടെ അക്കൗണ്ട് എന്ത് കാണിക്കും, ഡെബിറ്റ് ബാലൻസ് കാണിക്കും. ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ത് കാണിക്കും, ഡെബിറ്റ് ബാലൻസ് കാണിക്കും. അപ്പൊ ആ ഡെബിറ്റ് ബാലൻസ് നമുക്ക് മനസ്സിലാവാം ഇത്ര രൂപ പെൻഡിങ് ആണ്, അല്ലെങ്കിൽ അത് കോൾസ് ഇൻ അരിയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനു വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ജേർണൽ എൻട്രി എഴുതേണ്ടതോ അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ടുള്ള നീഡ് അവിടെ വരുന്നില്ല. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാണ്, എൻട്രി കാണിക്കുകയാണ്. എൻട്രി കാണിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ലെഡ്ജർ അക്കൗണ്ടും കൂടെ അവിടെ എന്താവും, ഫോം ആവും. അപ്പൊ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫോർ നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി ഓർ കോൾ മണി, അതായത് നമ്മൾ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട്, ഡ്യൂ ആയിട്ടുള്ള എൻട്രി ആദ്യം എഴുതും. കോളും അലോട്ട്മെന്റും ഡ്യൂ ആയിട്ടുള്ള എൻട്രി ആണല്ലോ ആദ്യം എഴുതുന്നത്. അതിനുശേഷം നമ്മൾ ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോഴത്തെ എൻട്രി എഴുതും. ദെൻ റിസീവ് ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ കോൾസ് ഇൻ അരിയർ നമുക്ക് മനസ്സിലാവുന്നത്. ഡ്യൂ ആയിട്ടും അടയ്ക്കാതിരിക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ എന്താണ് എൻട്രി, കോൾസ് ഇൻ അരിയർ നമുക്ക് ലോസ് ആണ്. സോ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഫസ്റ്റ് കോൾ ഓർ സെക്കൻഡ് കോൾ ഓർ ഫൈനൽ കോൾ. ഏതിലാണോ അൺപെയ്ഡ് അത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ക്രെഡിറ്റ് ചെയ്യേണ്ടുള്ളൂ. ഇപ്പൊ അലോട്ട്മെന്റ് ആണ് തരാത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് ക്രെഡിറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ആള് അലോട്ട്മെന്റ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൾ ആളുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ അലോട്ട്മെന്റ് തന്ന ഷെയർ ഹോൾഡർ ആണ് കോളുകളാണ് തരാത്തതെങ്കിൽ, ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോൾ ആണെങ്കിൽ സെക്കൻഡ് കോള്, അല്ല ഏതാണോ ഫൈനൽ കോള് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എത്ര എമൗണ്ട് വെച്ചിട്ട്, അൺപെയ്ഡ് എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
എമൗണ്ട് ഡ്യൂ, ആ കോളിന്റെ എമൗണ്ട് എത്രയായിരുന്നോ അത്. ദെൻ ഷെയർ അലോട്ട്മെന്റിലും എന്ത് തന്നെയാണ്, അൺപെയ്ഡ് എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ജേർണൽ എൻട്രി ആയിട്ട് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഫോർ റിസീവിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് ലേറ്റർ, അപ്പോൾ ഒരു തവണ കോൾസ് ഇൻ അരിയർ ആയി ഫെയിൽ ആയി കിടക്കുന്നതാണ്, കുറച്ച് നാൾക്ക് ശേഷം ആൾ എന്ത് ചെയ്യാണ്, ആ കോൾ എമൗണ്ട് പേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ എഴുതാറുള്ളത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ഷെയർ സെക്കൻഡ് കോൾ, ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. പകരം ഇത് കോൾസ് ഇൻ അരിയർ ആക്കി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കോൾസ് ഇൻ അരിയറിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആള് പൈസ തരുന്ന സമയത്ത് അതിനെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. പകരം കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്താൽ മതി, ഡിഡക്ട് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പൊ ഈ എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യം തൽക്കാലം വരുന്നില്ല. നമ്മൾ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് മെത്തേഡ്, അതായത് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്തിന്റെ ബാലൻസ്, അതായത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിന്റെയോ ഷെയർ കോൾ അക്കൗണ്ടിന്റെയോ ഡെബിറ്റ് ബാലൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോൾസ് ഇൻ അരിയർ. ആ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അതിനു മുന്നേ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്നുള്ള ടോപ്പിക്കും കൂടെ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാല് കോൾസ് നമ്മൾ ഡ്യൂ ആയിട്ടുള്ള കോൾ എമൗണ്ട് പേ ചെയ്യാൻ ലേറ്റ് ആവുകയാണ്. അപ്പൊ എത്രത്തോളം ലേറ്റ് ആവുന്നോ ഡ്യൂ ആയത് തൊട്ട് അടയ്ക്കുന്ന വരേക്കുള്ള, പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്യൂ ഡേറ്റ് ഓഫ് ദ കോൾ തൊട്ടിട്ട് എന്നാണോ ആ വ്യക്തി ആക്ച്വൽ പേയ്മെന്റ് നടത്തുന്നത്, ആ ഷെയർ ഹോൾഡർ പേയ്മെന്റ് നടത്തുന്നത്, അതുവരേക്കും കമ്പനിക്ക് എന്ത് ഈടാക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ഈടാക്കാനുള്ള, ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് കമ്പനിയുടെ എന്താണ്, ഇൻകം ആണ് കേട്ടോ, കമ്പനിയുടെ ഇൻകം ആണ്. ഇത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ നമ്മൾ അതിനെ പറ്റി പറഞ്ഞിരിക്കണം, ആർട്ടിക്കിൾസിൽ നമ്മൾ എന്തായാലും അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല ഇനി ആർട്ടിക്കിൾസിൽ നമ്മൾ അതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമുക്ക് എന്ത് പ്രകാരം ചെയ്യാം, ടേബിൾ എഫ് ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം 10% കൂടാതെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സിന്റെ തിയറി ആയിട്ട് പറയാനുള്ളത്. ഡയറക്ടേഴ്സിന് ആർട്ടിക്കിൾസിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ചാർജ് ചെയ്യുന്നതിനെ പറ്റി പറയാം. അവർക്ക് എത്രയാണോ റേറ്റ് വേണ്ടത് വെച്ചാൽ അത് അതിൽ സ്പെസിഫൈ ചെയ്താൽ മതി. ഇൻ കേസ് ആർട്ടിക്കിൾസിൽ അത് വ്യക്തമായിട്ടില്ലെങ്കിലോ നമ്മൾ ഏത് പ്രകാരമാണ് ചെയ്യുക, ടേബിൾ എഫ് ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം 10% എക്സീഡ് ചെയ്യാത്ത ഒരു റേറ്റ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫിക്സ് ചെയ്യാവുന്നതാണ്. അത് എന്ന് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എമൗണ്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ദി കോൾ തൊട്ടിട്ട് എന്നാണോ ആ ഷെയർ ഹോൾഡർ പേ ചെയ്യുന്നത് അതുവരേക്കുമുള്ള അത്രയും മന്ത്സിന്റെ അല്ലെങ്കിൽ അത്രയും പീരീഡിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ചാർജ് ചെയ്യുക. സോ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഇൻട്രസ്റ്റ് ആക്ച്വലി ഇൻകം ആണല്ലോ അല്ലെ, അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി എഴുതും. ശ്രദ്ധിക്കണം, കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് അസറ്റ് ആണ്, നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്, ഡ്യൂ ആയിട്ടും റിസീവ് ചെയ്യാത്തതാണ്, അക്രൂഡ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് അസറ്റ് ആണ്, സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് റിസീവബിൾ ഡ്യൂ ആവുന്ന സമയത്ത് എൻട്രി എഴുതി. ദെൻ ആ ഇൻട്രസ്റ്റ് നമ്മൾ കിട്ടുന്ന സമയത്ത് എന്താണ് എൻട്രി എഴുതുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ബാങ്കിൽ എമൗണ്ട് കൂടുകയാണ്, സോ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ഇൻട്രസ്റ്റിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, എവരി എക്സ്പെൻസ് ആൻഡ് ഇൻകം ഈസ് ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട് അല്ലെ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അത് കാണണം. ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എന്ത് എഴുതും, ഇൻട്രസ്റ്റ് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻട്രി കാണിക്കുകയാണ്. Okay, so if the articles are silent, the provisions of table F of Companies Act 2013 shall apply. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർട്ടിക്കിൾസിൽ ഒന്നും തന്നെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കമ്പനീസ് ആക്ടില് ടേബിൾ എഫ് പ്രകാരം 10% കുറയാത്ത 10% കൂടാത്ത ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. So when a shareholder pays more money than called up, the excess money is called calls in advance. അതായത് calls in arrearന്റെ നേരെ ഓപ്പോസിറ്റ് കേസ് ആണ് calls in advance എന്ന് പറയുന്നത്. എന്താണ് calls in advance? നമ്മള് കോൾ വിളിച്ചു, പക്ഷെ ആൾ എന്ത് ചെയ്യാണ്, ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് കോൾ വിളിച്ചിട്ടുള്ളൂ പക്ഷെ സെക്കൻഡ് കോളിന്റെ കൂടിയും പൈസ നമുക്ക് കൊണ്ടുവന്ന് തരാണ്. സോ എക്സസ് മണി നമുക്ക് മുന്നേ കൂട്ടി അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്ന ഒരു സന്ദർഭത്തിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. So calls in advance refer to amount paid by the shareholders in advance of it becoming due. അല്ലെങ്കിൽ ചിലപ്പോൾ അലോട്ട്മെന്റ് വിളിച്ച സമയത്ത് അലോട്ട്മെന്റിന്റെ കൂടെ കോൾ എമൗണ്ട് കൂടി കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയാം. ഓക്കെ,
ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണ്. നമ്മൾ പറഞ്ഞു കോൾസ് ഇൻ അരിയർ ഒരു അസറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൾസ് ഇൻ ലയബിലിറ്റി എന്താണ്? കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്? അതൊരു ലയബിലിറ്റി ആണ്. അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന ഹെഡിന്റെ അണ്ടറിൽ അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന സബ് ഹെഡിലാണ് ഈ കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ കമ്പനി എന്താണ് എഴുതുക? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് കാണിക്കണം. സപ്പോസ് ഇത് ചിലപ്പോൾ അലോട്ട്മെന്റിന്റെ എമൗണ്ട് കിട്ടുന്ന സമയത്തായിരിക്കും ഈ എമൗണ്ട് നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കോൾ എത്ര രൂപയാണോ കിട്ടിയത്, മുൻകൂട്ടി കിട്ടിയത്, ആ എമൗണ്ട് നമ്മൾ ഇവിടെ കാണിക്കും, എമൗണ്ട് കോളത്തിൽ കാണിക്കും. ഇനി അതിനുശേഷം കോള് ആക്ച്വലി ഈ മുന്നേ കിട്ടിയ ഈ അഡ്വാൻസിന്റെ കോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്വാൻസ് മണി എന്ന് പറയുന്നത് ശരിക്കും ഡ്യൂ ആവുന്ന സമയത്ത് എന്താണ് നമ്മൾ എൻട്രി ചെയ്യുക? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ കോൾ അക്കൗണ്ടിലോട്ട് നമ്മൾ ഈ കോൾസ് ഇൻ അഡ്വാൻസിനെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ഓക്കെ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. The company must pay interest on calls in advance at a rate specified in the articles. ഇതും നമ്മുടെ കോൾസ് ഇൻ അരിയേഴ്സിനെ പോലെ തന്നെ ആർട്ടിക്കിൾസിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം? ആർട്ടിക്കിൾസിൽ എത്രയാണോ റേറ്റ് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സപ്പോസ് ആർട്ടിക്കിൾസ് ഇതിനെപ്പറ്റി സൈലന്റ് ആണെങ്കിൽ ഒരിക്കലും 12% കൂടുതൽ എന്താവാൻ പാടില്ല? ഈ എമൗണ്ട് എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് കോൾസ് ഇൻ അഡ്വാൻസിന്റെ ഒരു എന്താ പറയാ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഏത് പ്രകാരമാണ് നമ്മൾ 12% കൺസിഡർ ചെയ്യുന്നത്? ടേബിൾ എഫ് ഓഫ് കമ്പനീസ് ആക്ട് 2013. എഗെയിൻ ടേബിൾ എഫ് ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് നമ്മൾ 12% PA അല്ലെങ്കിൽ പെർ ആനുവത്തിൽ കൂടാത്ത ഒരു റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുക? ആർട്ടിക്കിൾസ് ഇതിനെപ്പറ്റി സൈലന്റ് ആണെങ്കിലാണ് നമ്മൾ ഇതിനെപ്പറ്റി ടേബിൾ എഫ് കൺസിഡർ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ ആവുന്ന സമയത്ത് എങ്ങനെയാ? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണല്ലേ. സോ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ഇത് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ മേലെ കോൾസ് ഇൻ അഡ്വാൻസിന്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് എന്താണ്? എക്സ്പെൻസ് ആണ്. സോ ഈ എക്സ്പെൻസ് പേ ചെയ്യാൻ ഫോർ പേയ്മെന്റ് ഓഫ് ദിസ് എക്സ്പെൻസ് ബാങ്കിൽ നിന്ന് നമ്മുടെ ക്യാഷ് പോവും അല്ലെ. സോ സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? പി ആൻഡ് എൽ അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് പി ആൻഡ് എൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം ഈ ഒരു എക്സ്പെൻസ് വെച്ചിട്ട്. അപ്പൊ ഇതാണ് കോൾസ് ഇൻ അഡ്വാൻസിന്റെയും കോൾസ് ഇൻ അരിയേഴ്സിന്റെയും ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ ഫെയിൽ ആവാണ് അടയ്ക്കാനായിട്ട്, പേയ്മെന്റ് ഡ്യൂ ആവുന്ന സമയത്ത് അടയ്ക്കാനായിട്ട് ഫെയിൽ ആവുന്നു. അന്നേരം നമ്മൾ ആ സിറ്റുവേഷനെ വിളിക്കുന്നതാണ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ആൾ നമുക്ക് പൈസ കൊണ്ടുവന്ന് തരുമ്പോൾ അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെയൊക്കെ കോൾ എമൗണ്ടും കൂടെ അടയ്ക്കുന്ന സമയത്താണ് ഈ കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നത്. രണ്ട് കേസിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇൻട്രസ്റ്റും വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. So calls in arrears and calls in advance in the difference ആണ്. It is the amount called up by the company but not paid by the shareholders. അല്ലെ, calls in arrears എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എമൗണ്ട് കമ്പനി വിളിച്ചിട്ടുണ്ട് പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല. ഇവിടെയാണെങ്കിലോ എമൗണ്ട് കമ്പനി വിളിച്ചിട്ടില്ല, കോൾ ചെയ്തിട്ടില്ല, പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് മുൻകൂട്ടി കൊടുത്തു. ഈ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ടു ദ കമ്പനി, ഓക്കെ, ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും കമ്പനിക്ക് കിട്ടുന്നതാണ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. സ്വാഭാവികമായിട്ടും ഇതെന്താ? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതെന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പിന്നെ ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഓൺ ഇറ്റ് ഈസ് ആൻ ഇൻകം ഫോർ ദ കമ്പനി. ഓക്കെ, കോൾസ് ഇൻ അരിയേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങോട്ട് തരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകം ആണ്. ഇവിടെ കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഈ ഇൻട്രസ്റ്റ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ടേബിൾ എഫ് പ്രകാരം 10% PL കൂടുതൽ കോൾസ് ഇൻ അരിയേഴ്സിന് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പാടില്ല. അതേപോലെ കോൾസ് ഇൻ അഡ്വാൻസിനോ 12% കൂടുതൽ റേറ്റ് ഫിക്സ് ചെയ്യാനും കമ്പനിക്ക് അവകാശമില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. Kerala Limited was registered with a nominal capital of 8 lakh divided into 8,000 shares of ₹100 each. Out of this 5,000 shares were issued. ഇതാണ് നമ്മുടെ issued capital, 5,000 shares. As to 25 on application, 30 on allotment, 20 on first call and balance after 3 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി 25 plus 30 55 plus 20 75 ആയിട്ടുള്ളൂ. അപ്പൊ 25 ബാലൻസ് 25 എപ്പോഴാണ്? ആഫ്റ്റർ 3 months. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആഫ്റ്റർ 3 months ആണെന്ന് പറഞ്ഞു.
പിന്നെ അപ്ലിക്കേഷൻസ് were received for 4000 ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് കേസ് വരുന്നത്, സോറി അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ് കേസ് വരുന്നത്. 5000 ഷെയർ ഇഷ്യൂ ചെയ്തു, 4000 ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ആ മുഴുവനും ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഓൾ മണി അപ് ടു അലോട്ട്മെന്റ് were duly received at the time of first call. A shareholder on 100 shares did not pay the first call but he paid it with the final call. ഓക്കെ, 100 ഷെയറിന്റെ ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തില്ല, ഫസ്റ്റ് കോളിന്റെ സമയത്ത് അടച്ചില്ല, പകരം ഫൈനൽ കോളിന്റെ സമയത്ത് ആ 2 എമൗണ്ടും കൂടെ കൊണ്ടുവന്ന് തന്നു. ആൻഡ് അനദർ ഷെയർ ഹോൾഡർ allotted who was allotted 150 shares paid them up in full also. അപ്പോൾ ഫസ്റ്റ് കോൾ വിളിച്ച സമയത്ത് 150 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, ഫസ്റ്റ് കോളിന്റെ കൂടെ സെക്കൻഡ് കോളും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് തന്നു. സോ കോൾസിന് അരിയറും ഇവിടെ വരുന്നുണ്ട്, 150 ഷെയറിന് കോൾസിന് അഡ്വാൻസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ എൻട്രി എന്ന് നോക്കാം. നോക്കൂ, ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടുന്ന എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ പറഞ്ഞിട്ട് 4000 ഷെയർസിന് 25 റുപ്പീസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, 1 lakh എമൗണ്ട് നമ്മൾ കാണിക്കുകയാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ കിട്ടിയ മണി നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ആസ് നമ്മളെ സാധാരണത്തെ പ്രൊസീജിയർ പോലെ തന്നെ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്നു. അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 4000 ഷെയർസിന് 30 റുപ്പീസ് വെച്ച് 1,20,000 റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4000 ഷെയർസിന് 30 റുപ്പീസ് വെച്ച് 1,20,000 ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നു. അതുവരേക്കും നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4000 ഷെയർസിന് 20 റുപ്പീസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കോൾ എമൗണ്ടും ഡ്യൂ ആയിട്ട് കാണിച്ചു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്, സെക്കൻഡ് മെത്തേഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കോൾസ് ഇൻ അരിയർ എന്ന് കാണാൻ പറ്റില്ല. കോൾസ് ഇൻ അരിയറിന് മാത്രമാണ് 2 സെപ്പറേറ്റ് മെത്തേഡ് ഉള്ളത് കേട്ടോ. കോൾസ് ഇൻ അഡ്വാൻസിന് അങ്ങനെ ഒരു 2 കാറ്റഗറി ഇല്ല. അപ്പൊ നമ്മളിവിടെ കോൾസ് ഇൻ അഡ്വാൻസിന്റെ എൻട്രി കാണിച്ചിട്ടുണ്ട്, പക്ഷേ കോൾസ് ഇൻ അരിയറിന്റെ എൻട്രി ഇവിടെ കാണാൻ പറ്റില്ല, ബിക്കോസ് ഫസ്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ പറഞ്ഞിട്ട് നമ്മൾ നോക്കൂ, 3900 കാണിച്ചിട്ടുള്ളൂ. 4000 ഷെയർസ് ആണ് ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്തത്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ വന്നത്. പക്ഷെ അതിൽ തന്നെ 100 ഷെയർ നമുക്ക് കിട്ടിയിട്ടില്ല. സോ 3900 ഷെയർസിന് 20 റുപ്പീസ് വെച്ചിട്ട് ഫസ്റ്റ് കോളിന്റെ എമൗണ്ടും 150 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ 25 റുപ്പീസ് വെച്ചിട്ട് ബാലൻസ് സെക്കൻഡ് കോളും കൂടെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതും ഒരുമിച്ച് ബാങ്കിൽ കാണിച്ചു. ദാറ്റ് ഈസ് 81,750. പിന്നെ ശരിക്കും ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് എത്രയാണ് കിട്ടിയത്, 3900 20 റുപ്പീസ് വെച്ചിട്ട് 78,000 ആണ് നമുക്ക് കിട്ടിയത്. കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് എത്ര മുന്നേ വന്നു, 150 ഷെയറിന് 25 റുപ്പീസ് വെച്ചിട്ട് സെക്കൻഡ് കോളിന്റെ എമൗണ്ടും കൂടെ ഒരു ഷെയർ ഹോൾഡർ നമുക്ക് തന്നു. ദാറ്റ് ഈസ് 3750. അപ്പൊ നമ്മൾ കോൾസ് ഇൻ അരിയർ സെപ്പറേറ്റ്ലി നോട്ട് ചെയ്തിട്ടില്ല, പകരം എന്ത് ചെയ്തു, എമൗണ്ടിൽ നമ്പർ ഓഫ് ഷെയർസിലും എമൗണ്ടിലും റെഡ്യൂസ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന എൻട്രി സെയിം തന്നെ. അതിനുശേഷം സെക്കൻഡ് കോൾ നമുക്ക് കിട്ടുന്ന എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ബാങ്കിൽ എത്ര രൂപ വന്നു, 150 ഷെയർസ് നമ്മൾ ഇതിന്ന് കുറച്ചേ പറ്റുള്ളൂ. കാരണം എന്താ, 4000 150 നമ്മൾ കുറയ്ക്കണത് എന്തിനാണ്, ഓൾറെഡി നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് ഫസ്റ്റ് കോളിന്റെ സമയത്ത് 150 നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3850 ഷെയർസിന് 25 റുപ്പീസ് വെച്ചിട്ടുള്ള എമൗണ്ടും പ്ലസ് 100 റുപ്പീസിന് അരിയർ വരുത്തിയ ഷെയർ ഹോൾഡർ ഇപ്പൊ സെക്കൻഡ് കോളിന്റെ സമയത്ത് നമുക്ക് തന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ 100 × 20 കൂടെ കൂട്ടിയിട്ടാണ് 98,250 ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 100 ഷെയർസിന് 20 റുപ്പീസ് വെച്ചിട്ട് 2000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. പിന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഓൾറെഡി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ട് 3850 × 25 നമ്മൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ഇത് വന്നിട്ട് എവിടുന്നാണ്, കോൾസ് ഇൻ അഡ്വാൻസിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയേഴ്സും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ മീതെ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കോൾസ് ഇൻ അഡ്വാൻസിന്റെ അഡ്ജസ്റ്റ് ചെയ്ത എൻട്രി ആണ് ഇത്, ഇൻട്രസ്റ്റ് അല്ല. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്ത് കളയാണ് കേട്ടോ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അഡ്വാൻസിന്റെ എമൗണ്ട്. ഇനി അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്, അതെങ്ങനെ നമ്മൾ ചെയ്യുക, സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു അല്ലെങ്കിൽ സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, 100 × 20 100 ഷെയറിന് 20 രൂപ വെച്ചിട്ട് ഇൻറ്റു 10%, 10/100 ഇൻറ്റു 3 മന്ത്സ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3/12 അത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 50 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് എത്രയേ വന്നിട്ടുള്ളൂ, 50 റുപ്പീസേ വന്നിട്ടുള്ളൂ കോൾസ് ഇൻ അരിയറിന്റെ. ഇതേപോലെ കോൾസ് ഇൻ അഡ്വാൻസിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാണണം. എത്രയാണ് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്, 150 ഷെയറിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് വന്നിരിക്കുന്നത്. സോ 3750
ഫോർ 3 months at the rate of 12%. ഇതേ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് 112.5 നമുക്ക് എന്ത് ചെയ്യുന്നു ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പൊ ഇത്രയും എൻട്രീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കോൾസ് ഇൻ അരിയറിനും കോൾസ് ഇൻ അഡ്വാൻസിനും നമ്മൾ എഴുതേണ്ടത്. അരിയറിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബാങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക ചെയ്യുന്നത്, എമൗണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. പകരം അഡ്വാൻസ് ആണെങ്കിൽ നമ്മൾ സ്ട്രിക്ട്ലി അത് എന്ത് ചെയ്യും നോട്ട് ഡൗൺ ചെയ്യും, എൻട്രി ആയിട്ട് കാണിക്കും. അതിനുശേഷം കോൾസ് ഇൻ അഡ്വാൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഏത് കോളിലാണോ അഡ്വാൻസ് വന്നിരിക്കുന്നത് ആ കോളിലോട്ട് കറസ്പോണ്ടിങ് കോളിലോട്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി കാണിക്കണം. അതിനുശേഷം ഇൻട്രസ്റ്റിന്റെ എൻട്രിയും കൂടി എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് സെക്ഷന്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവും. ഇതാണ് അതിന്റെ ബാലൻസ് ഷീറ്റ്. നോട്ട്സ് നോക്കി നോക്കൂ. ബാങ്കിൽ നമുക്ക് ടോട്ടൽ 4 lakh വന്നിട്ടുണ്ട്. അതേപോലെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 8 lakh ആയിരുന്നു, പക്ഷെ ഇഷ്യൂ ചെയ്തത് 5 lakh ആയിരുന്നു. അതിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് 4000. അതിന് ഫുള്ളി നമുക്ക് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളോട് കൂടി എല്ലാ ഷെയർ ഹോൾഡേഴ്സും ക്യാഷ് തന്നിട്ടുണ്ട്. സോ 4 lakh. അപ്പോൾ അസറ്റ് സൈഡ് ആയിട്ടുള്ള 4 lakhും ക്യാപിറ്റൽ സൈഡ് ആയിട്ടുള്ള ലൈബിലിറ്റി സൈഡ് ആയിട്ടുള്ള 4 lakhും എന്ത് വന്നിട്ടുണ്ട് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ബാലൻസ് ഷീറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ 4 lakh, ഷെയർ ക്യാപിറ്റലിലും 4 lakh. ഇനി നമുക്ക് അപ്ലിക്കേഷന്റെയും അലോട്ട്മെന്റിന്റെയും എൻട്രി ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്നില്ല, വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടും കാണിക്കാം കേട്ടോ. ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ എമൗണ്ട് ആയിട്ട് നമുക്ക് ബാങ്കിൽ കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ അന്നേരം പക്ഷേ എക്സസ് അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോറാറ്റ അലോട്ട്മെന്റും ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അലോട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പ്രത്യേകം ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഒന്നും കാണിക്കേണ്ടി വരില്ല. കാരണം നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റഡ് ആയി പൊക്കോളും. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസോ പഠിക്കാനില്ല, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനില്ല. ജസ്റ്റ് തിയറി പറഞ്ഞു എന്നുള്ളൂ. അപ്ലിക്കേഷനും അലോട്ട്മെന്റും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി കാണിക്കാനായിട്ട് പോസിബിൾ ആണ്. പിന്നെ അടുത്തൊരു കേസാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതായത് നമ്മൾ പറഞ്ഞു കോൾസ് ഇൻ അരിയറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എമൗണ്ട് ഡ്യൂ ആയിട്ടും അടയ്ക്കാതെ വരുന്ന ടൈമിലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, കോൾസ് ഇൻ അരിയർ എന്ന് വിളിക്കുന്നത്. ഇത് കമ്പനി ഒരുപാട് നേരം ഒരുപാട് മന്ത്സ് ഒന്നും വെയിറ്റ് ചെയ്യില്ല. അവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഷെയർസ് ഫോർഫീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫോർഫീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. കമ്പനി സ്വമേധയ എന്ത് ചെയ്യും, ഈ ഷെയർസ് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ നമ്മൾ എത്രയാണോ ഈ ഷെയർ ഹോൾഡർ എത്രയാണോ കമ്പനിക്ക് പേ ചെയ്തത്, ചിലപ്പോൾ അലോട്ട്മെന്റ് വരെ കൊടുത്തിട്ടുണ്ടാവാം, കോളിലാവാം അരിയർ വരുത്തിയിട്ടുണ്ടാവാം, പക്ഷെ വെയിറ്റ് ചെയ്തു കമ്പനിക്ക് എമൗണ്ട് കിട്ടിയില്ല. അത് പെട്ടെന്ന് ചെയ്യുന്നതല്ല, ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെയും ഫോർമാലിറ്റീസിലൂടെയും പോയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഫോർഫീച്ചറിലോട്ട് പോകാനായിട്ട്. പക്ഷെ എഗെയിൻ ഫോർഫീച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, ഷെയർ ഹോൾഡർ എത്ര എമൗണ്ട് കൊടുത്തോ ആ എമൗണ്ട് അത്രയും കമ്പനി തിരിച്ചു കൊടുക്കില്ല കേട്ടോ. കമ്പനി ഒരിക്കലും എത്ര എമൗണ്ട് കമ്പനിക്ക് കിട്ടിയോ അതൊരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ചു കൊടുക്കില്ല. അപ്പോ അത് ഏതിലാണ് പറയുന്നത്, ഈ പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം, ഈ പ്രൊസീജിയർ എന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ ടേബിൾ എഫ് ഓഫ് കമ്പനീസ് ആക്ട് 2013 എന്തായാലും ഫോർഫീച്ചറിനെ പറ്റി, എങ്ങനെയാണ് ഫോർഫീച്ചർ നടത്തേണ്ടത്, എന്തെല്ലാമാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, ഫോർഫീച്ചർ നടത്താവുന്നതാണ്. അപ്പൊ ഷെയർ ഹോൾഡർ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ മാത്രം കമ്പനി സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല എത്ര പേ ചെയ്തോ അതൊരിക്കലും ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യില്ല, റീഫണ്ട് ചെയ്യില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഷെയർ ഫോർഫീച്ചറിന്റെ ഒരു പ്രത്യേകത. ഇനി എന്താണ് പ്രൊസീജിയർ ഓഫ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, നമ്മൾ പറഞ്ഞു ടേബിൾ എഫിൽ ഒരു പ്രൊസീജിയർ പറയുന്നുണ്ടെന്ന്. എന്താണത്, ആദ്യം തന്നെ പറയുന്നത് മെമ്മറാൻഡം ടു ഈച്ച് ഡിഫോൾട്ടർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനി എന്ത് ചെയ്യണം, ഒരു മെമ്മറാൻഡം അയക്കണം. എല്ലാ ഡിഫോൾട്ട് വരുത്തിയ ആൾക്ക് എന്ത് ചെയ്യണം, ഒരു മെമ്മറാൻഡം അയക്കണം. ആളെ അത് നമ്മൾ വിവരം അറിയിക്കണം ഫസ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടേഴ്സ്. അതായത് കമ്പനി സെക്രട്ടറി എന്ത് ചെയ്യും, ആരെല്ലാമാണ് ഈ ഡിഫോൾട്ട് വരുത്തിയിരിക്കുന്നത് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആരൊക്കെ അത് പ്രസന്റ് ചെയ്യും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പ്രസന്റ് ചെയ്യും. തേർഡ് വൺ നോട്ടീസ് ടു ദി ഡിഫോൾട്ടേഴ്സ്. ഈ ഡിഫോൾട്ടേഴ്സിനെല്ലാം കമ്പനി എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഒരു നോട്ടീസ് സെൻഡ് ചെയ്യണം. ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വിത്തിൻ 14 days ഓഫ് റെസിപ്റ്റും കൂടി ഉണ്ടാവട്ടെ. ഈ നോട്ടീസിന് 14 ദിവസത്തെ കാലാവധിയാണ്. 14 ദിവസത്തിന്റെ ഉള്ളിൽ അവർ പേ ചെയ്യുകയാണെങ്കിൽ കൂടി കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം കിട്ടിയില്ലെങ്കിലോ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുക. ഫോർഫീച്ചർ നടത്താനായിട്ടുള്ള റെസൊല്യൂഷൻ ആര് പാസ് ചെയ്യും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാസ് ചെയ്യും. ആ റെസൊല്യൂഷൻ പാസ് ചെയ്ത ഇൻഫോർമേഷൻ വീണ്ടും നമ്മൾ ആരെ അറിയിക്കും, ഈ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കും. അറിയിക്കുന്നതോടു കൂടി എന്തും കൂടെ തിരിച്ചു ചോദിക്കും, ഷെയർ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരാനായിട്ട് പറയുകയും ചെയ്യും. മാത്രമല്ല അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഷെയർ ഹോൾഡേഴ്സിന്റെ രജിസ്റ്റർ ഉണ്ടാവും, അതിൽ നിന്നും അവരുടെ നെയിം നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും, റിമൂവ് ചെയ്യും.
ദെൻ ഈ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് എത്ര എമൗണ്ട് ആണോ ഈ ഡിഫോൾട്ട് വരുത്തിയ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് ആ എമൗണ്ട് എല്ലാം ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. അത് നമ്മുടെ ഇൻകം ആയിട്ട് മാറും. ഓക്കെ, മാത്രമല്ല ഈ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ വന്ന എമൗണ്ട് നമ്മളൊക്കെ ഒരിക്കലും ഈ ഷെയർ പുതുതായിട്ട് റീ ഇഷ്യൂ ചെയ്യുന്നവരേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വൺസ് ഈ ഷെയർ റീ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് നമുക്ക് കമ്പനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ജേർണൽ എൻട്രി കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലോട്ട് എത്ര എമൗണ്ട് ആണോ തന്നത് ഷെയർ ഹോൾഡർ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര വിളിച്ചോ അത്രയും, അതായത് ആ ഷെയർ ഹോൾഡറിന്റെ എത്ര വരേക്കാണോ കോൾഡ് ആയിട്ടിരിക്കുന്നത് അത്രയും എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. ദെൻ ഏതാണോ അയാൾ അൺപെയ്ഡ് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏതാണോ തിരിച്ചു തരാത്തത് അത് ഷെയർ അലോട്ട്മെന്റില്, അല്ലെങ്കിൽ കോൾ ആണെങ്കിൽ കോള് തിരിച്ചു തരാത്തത് ഷെയർ കോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ എത്രയാണോ തന്നിരിക്കുന്നത് അത് എവിടെ കാണിക്കുന്നു ടു ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർഫീച്ചറിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർഫീച്ചർ മീൻസ് ക്യാൻസൽ ചെയ്യാണ്. പേയ്മെന്റ് കിട്ടാതെ വരുന്ന സമയത്ത് ഒരു പരിധി കൂടുതൽ വെയിറ്റ് ചെയ്തതിന് ശേഷം കമ്പനി എന്ത് ചെയ്യാണ് ആ ഷെയർ ഹോൾഡറിന്റെ പേര് തന്നെ രജിസ്റ്ററിൽ നിന്നും റിമൂവ് ചെയ്യുന്ന ക്യാൻസലേഷൻ പ്രോസസ്സിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി സറണ്ടർ ഓഫ് ഷെയർസ്, ഇതെന്താന്ന് വെച്ചാൽ സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വമേധയാ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. വോളണ്ടറിലി ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ് താൻ വാങ്ങിച്ച ഷെയർസ് കമ്പനിക്ക് തന്നെ സറണ്ടർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴും സെയിം തന്നെയാണ്, ഒരു എമൗണ്ട് പോലും അടച്ച ഒരു എമൗണ്ട് പോലും ആൾക്ക് തിരിച്ചു കിട്ടില്ല. സപ്പോസ് അപ്ലിക്കേഷൻ അടച്ചതിന് ശേഷമാണ് ആൾക്ക് സറണ്ടർ ചെയ്യാൻ തോന്നിയതെങ്കിൽ അപ്ലിക്കേഷൻ മണി ആരുടെ പോയി ഷെയർ ഹോൾഡറിന്റെ പോയി, ആൾക്ക് ഇനി അത് തിരിച്ചു കിട്ടില്ല. കമ്പനി ഒരിക്കലും സറണ്ടർ ചെയ്ത ഷെയർസിന്റെയോ ഫോർഫീറ്റഡ് ആയിട്ടുള്ള ഷെയർസിന്റെയോ എമൗണ്ട് എന്ത് ചെയ്യില്ല തിരിച്ചു കൊടുക്കില്ല. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലൈക്ക് എ ഫോർഫീച്ചർ. പക്ഷെ ആര് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് വോളണ്ടറിലി ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ചെയ്യുന്ന ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, പല റീസൺസും ഉണ്ടായിരിക്കാം ഷെയർ ഹോൾഡേഴ്സിന് ഇത് സറണ്ടർ ചെയ്യാനായിട്ട്. എനിവേ വോളണ്ടറിലി ആണ് ചെയ്യുന്നത്. വോളണ്ടറിലി ആണെങ്കിൽ എന്താണ് സറണ്ടർ ഓഫ് ഷെയർസും. ആള് പേയ്മെന്റ് കിട്ടാത്ത പക്ഷം കമ്പനി നിർബന്ധമായിട്ടും കമ്പൽസറിലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്നും പറയുന്നത്. ഓക്കെ,